പെട്ടെന്ന് ഇപ്പോൾ ഒരു തളർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദന വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഓടിപ്പോകുന്നത് അങ്ങനെ ഒരാളുണ്ടോ? നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തവരും അവരെ കണ്ണീര് കണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തവരൊക്കെ തിരിഞ്ഞു കൊത്തുമ്പോൾ അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാത്തിനും, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഗുരു. അത്ര ചങ്കായിട്ട് നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരിട്ട് സോൾവ് ചെയ്യാണ്ട് വേറൊരാൾ മുഖാന്തരം പറഞ്ഞറിയിച്ച് നമ്മളിലൊരു തെറ്റിദ്ധാരണ വരുത്താന്ന് പറയുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സീസൺ 7 സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. ഞാൻ പോയ സീസൺ കൂടുതലും ആർട്ടിസ്റ്റുകളായിരുന്നു. ഇവരെന്ത് ചെയ്തു? എനിക്ക് സ്ക്രീൻ സ്പേസ് തന്നില്ല എന്ന് തന്നെ വയ്ക്കാം. അതാ പറ്റിയത്. ചമ്മന്തി ആയാലും മുളക് പൊടി ചാലിച്ചാലും ചോറുണ്ണാനുള്ളൊരു അതൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ. വളരെ റേഷനൊക്കെ വളരെ കുറവാണ്, അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ. ഞങ്ങൾക്കൊക്കെ കുറേ കഴിയുമ്പോൾ ആഴ്ച ലാസ്റ്റ് ആകുമ്പോഴേ ഒരു മുട്ട ഉണ്ടാവുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. ജീവിതത്തിലുടനീളം ഞാൻ എപ്പോഴും മുറുകെ പിടിക്കും, എൻ്റെ മരണം വരെ ഞാൻ ഇത് മുറുകെ പിടിക്കും എന്ന് പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? അത് നമ്മുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ എങ്ങനെ ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ ചിലപ്പം സെറ്റ് മുണ്ടെടുത്ത് ചട്ടയും മുണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പൊട്ട് തൊട്ടിട്ടൊക്കെ അഭിനയിക്കുകയാണെങ്കിലും നമ്മളുടെ ഒരു മതം അതിനെ വിട്ട് കളിക്കരുത്. ഫോർ എക്സാമ്പിൾ മമ്മൂക്ക തന്നെയാണ് കേട്ടോ. കാരണം എപ്പോഴും അഞ്ചൊത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കും. അപ്പോൾ ചിലവർ പറയും മുറ ചെയ്യുന്നു നിസ്കരിക്കുന്നൊക്കെ പറയുന്നത്, എന്നിട്ട് അറാമായ പണിയാണല്ലോ ചെയ്യുന്നത് അല്ലേ ഈ അഭിനയം. എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ട് പഠിച്ചോൻ, അഭിനയിക്കാനും. ഇതാണ് എൻ്റെ ജോലി, എനിക്ക് തന്നോണ്ടല്ലേ ഞാനിത് ചെയ്യുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ കാശുണ്ടാക്കുന്നത്. അതൊന്നും ഒരു അറാമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ നമ്മൾ നന്നായിട്ട് പോകുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ആഷ്യാന എന്ന് പറയുന്ന കിളിക്കൂട്ടിൽ ഒരമ്മ കിളിയും ഒരു കുഞ്ഞു കിളിയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അപ്പം അതേപോലെ തന്നെ എല്ലാ സന്തോഷത്തോടും കൂടി ഒരുപാട് നാൾ അവിടെ ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. അതുകൂടാതെ ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ സീസൺ 7 സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എല്ലാവരുടെയും സംസാര വിഷയമാണ് ബിഗ് ബോസ്. ഇപ്പോൾ സീസൺ 2 പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. അത് എല്ലാ ലാംഗ്വേജിലുണ്ടെന്ന് നോക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, മറാഠി എല്ലാത്തിലുണ്ട്. അപ്പം അതൊരു വലിയൊരു കമ്പനിയാണ് നടത്തുന്നത്. അതിപ്പം അതിലൊക്കെ പങ്കെടുക്കാന്ന് പറയുന്നതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. നമ്മൾ എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അതിൽ കിട്ടാന്നൊക്കെ പറയുന്നത്, അതിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം വളരെയധികം മോശപ്പേര് കേൾക്കും, ചിലപ്പോൾ വളരെയധികം നല്ല പേര് കേൾക്കും. അതിങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. പിന്നെ 70 ക്യാമറയുള്ളത്. അപ്പം ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്വഭാവമൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ കുറച്ച് നീറ്റ് ആവാൻ ശ്രമിക്കും. പക്ഷേ നമ്മൾ യഥാർത്ഥ സ്വഭാവം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം വരും. ഇപ്പോഴത്തെ ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഫസ്റ്റ് തന്നെ എല്ലാവരും ചൊറിയാൻ തുടങ്ങി, എല്ലാവരും യഥാർത്ഥ സ്വഭാവം എടുക്കാൻ തുടങ്ങി. ആദ്യമൊന്നും അങ്ങനെയല്ല. ആദ്യമൊക്കെ എല്ലാവരും പയ്യാണ് ഓരോരുത്തർ സ്വഭാവം എടുത്തു തുടങ്ങിയത്. പക്ഷേ ഇപ്പം രണ്ടാമത്തെ ദിവസം തന്നെ അങ്ങോട്ട് അടി തുടങ്ങി. അപ്പം അതാണ്. അത് നമ്മളതിനകത്ത് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെയധികം കെയർ ചെയ്യും. കാരണം ചമ്മന്തി ആയാലും മുളക് പൊടി ചാലിച്ചാലും ചോറുണ്ണാനുള്ളൊരു അതൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ. വളരെ റേഷനൊക്കെ വളരെ കുറവാണ്, അതിൽ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ. ഞങ്ങൾക്കൊക്കെ കുറേ കഴിയുമ്പോൾ ആഴ്ച ലാസ്റ്റ് ആകുമ്പോഴേ ഒരു മുട്ട ഉണ്ടാവുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. തീർന്നു എല്ലാം, ഒന്നുമില്ല കഴിക്കാൻ. ഒരു മുട്ടയിലാണ് നിൽക്കുക 12-1 മണി വരെ. അത് 12-1 മണിയാണെന്നും കൂടി അറിയില്ല. വിശക്കും നമുക്ക്, നന്നായിട്ട് വിശക്കും. ലാലേട്ടൻ വരുന്ന ദിവസം മാത്രമേ നല്ല ഫുഡ് കിട്ടുള്ളൂ. അന്ന് പിന്നെ ഈ ഒരുങ്ങി ഒക്കെ ഇരിക്കാനുള്ളത് കൊണ്ട് കുക്കിംഗ് ഒന്നും ആരും ചെയ്യാറില്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് നല്ല ഭക്ഷണം കിട്ടും. അത് ചിലപ്പോഴേ കിട്ടുള്ളൂ, ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ ഇതെന്ന് പറയുന്നത് ഭയങ്കര ആണ്. അതിനിടയിൽ ടാസ്ക് ചെയ്യണം. പിന്നെ ഈ ചൊറിയുന്നവരെ നമ്മൾ നിയന്ത്രിക്കണം. ഞാൻ വളരെ സൈലൻ്റ് ആയിരുന്നു അതിനകത്ത്. സൈലൻ്റ് ആവല്ല, എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വിട്ടു കൊടുക്കൂല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് അവിടെ ഉള്ളവർ കുറച്ച് കൂടുതൽ, ഞാൻ പോയ സീസൺ കൂടുതലും ആർട്ടിസ്റ്റുകളായിരുന്നു. ഇവരെന്ത് ചെയ്തു?
എനിക്ക് സ്ക്രീൻ സ്പേസ് തന്നില്ല എന്ന് തന്നെ വയ്ക്കാം. അതാ പറ്റിയത്. അതെ, എന്നോട് മിണ്ടാൻ വന്നില്ല. എന്നോട് മിണ്ടാൻ വന്നാലല്ലേ എനിക്ക് മിണ്ടാൻ പറ്റുള്ളൂ. ഞാൻ പൊട്ടത്തി, ഞാൻ അങ്ങോട്ട് കയറി മിണ്ടാതെ ഞാൻ എന്തേതറിയോ, എൻ്റെ അടുത്ത് വരട്ടെ, അപ്പം മതിയല്ലോ. അല്ലാതെ നമ്മൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അതല്ലായിരുന്നു വേണ്ടത്. നമ്മൾ അങ്ങോട്ട് ചൊറിയേണ്ടിയിരുന്നു. അതെ, അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. പക്ഷേ ഒരു മാസം നിന്നു ഞാൻ. ഒരു മാസം നിന്നിട്ട് വലിയ പരിക്കില്ലാണ്ട് ഞാൻ ഊരി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബിഗ് ബോസിൽ പോയത് കൊണ്ട് അങ്ങനെ ഹെയ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം അടിപൊളിയായിട്ട്. പിന്നെ ആ ബിഗ് ബോസ് ആണെങ്കിൽ ഒരു ശാപം പിടിച്ച ബിഗ് ബോസ് ആയിരുന്നു. ഈ കൊറോണ വന്ന് 75-ാം ദിവസം ആർക്കും പ്രൈസ് ഇല്ലാണ്ടായിപ്പോയി. സത്യം, അങ്ങനെ ഒരു ഇതായിപ്പോയി. അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഈ സീസൺ എങ്ങനെയാണ്? ഫുൾ ടൈം ഇരുന്ന് കാണും? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല. അത് 9:00 ഉണ്ടെങ്കിൽ കാണും, ജസ്റ്റ് ഒന്ന് കാണുന്നല്ലാതെ ഇപ്പം അങ്ങനെ വലിയ ക്രൈസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കാണും. എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ കാണും. അറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടംപോലെ അറിയുന്നവരുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ടുണ്ടോ? ഫ്രണ്ട്സുമായിട്ട് ആരും എൻ്റെ അകത്തില്ല, അറിയുന്ന ആൾക്കാർ ഇല്ല. അപ്പം അതിലൊരു കൊച്ചിയിൽ വന്ന ഒരു ഒനിയൻ അല്ലേ, ആ കുട്ടിയുടെ അനിയൻ എൻ്റെ മോനായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന പടത്തിൽ അഭിനയിക്കുന്നുണ്ട്, ചത്താപ്പച്ച. അതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ കുട്ടി പറഞ്ഞു, എൻ്റെ ചേട്ടനാണ് കേട്ടോ തെസ്നിത അതെന്ന് പറഞ്ഞു. അറിയാം. പിന്നെ ഞാൻ അറിയാവുന്നത് ഷാനവാസ്, അവരൊക്കെ എനിക്ക് അറിയാം. മിക്കവരും എനിക്ക് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് സൗഹൃദങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നത്? കുറേ ഫ്രണ്ട്സ് ഉള്ള ഒരാളാണോ? കുറേ ഫ്രണ്ട്സ് ഇല്ല. സെലക്റ്റീവ്. അത്രയേ ഉള്ളൂ. അന്ന് എന്നും ബീനയായിട്ട് നല്ല കണക്ഷനാണ്. നിങ്ങളുടെ ഒരു കോംബോ. ഞങ്ങൾ എന്നും വിളിക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ആ സ്നേഹം ഇപ്പോഴും ഉണ്ട് രണ്ടുപേർക്കും. ഞാൻ ചിലപ്പം ഒരുങ്ങി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ചിലവർ പറയും ബീന ആൻ്റണി അല്ലേ എന്നൊക്കെ ചോദിക്കും. ബീന ആനെ ചോദിക്കും, തെസ്നി അല്ലേ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ എന്നാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വലിയ സെയിം ആയിട്ടൊന്നും അല്ല, ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ ബീനയും പറയാറുണ്ട്, നമ്മൾ ഒരുപോലെ അല്ലല്ലോ കാണാൻ, പിന്നെ എന്താണ് നിന്നെ ബീനാൻ്റണി എന്ന് വിളിക്കാറുണ്ട്, എന്നെ തെസ്നികാനെന്ന് ചിലവർ വിളിക്കാറുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതെന്താണെന്നറിയോ, ഒരുമിച്ച് കുറേ കാലം ഇങ്ങനെ കാണുന്നത് കൊണ്ട് ആൾക്കാർക്ക് മാറിപ്പോണതാണത്. അതെ, ചിലപ്പം ചില സംസാരിക്കുമ്പോൾ ചില സമയത്ത് ചിലപ്പം ഒരേപോലെയുള്ള ടോണോ രീതിയൊക്കെ ആളുകൾക്ക് തോന്നുന്നു. ബീന ചേച്ചിയാണ് അപ്പോൾ ഇൻഡസ്ട്രി എന്നല്ല, ഒരു ഭയങ്കര ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ബീന ചേച്ചിയാണ്. പിന്നെ ബീനയോടാണ് കൂടുതലും സംസാരിക്കാറില്ല. ഇപ്പം ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഞങ്ങളോട് നല്ല വാത്സല്യമായിട്ട് അന്നും ഇന്നും പെരുമാറുന്ന ഊർമിള ചേച്ചിയുണ്ട്. ഊർമിള ഉണ്ണി ചേച്ചി അന്നും ഇന്നും ഒരുപോലെയാണ്. ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഊർമിള ചേച്ചിൻ്റെ ഒരു വശ്യഗന്ധിയുടെ ഒരു സ്പ്രേ ഇപ്പം ഇറക്കിയിട്ടുണ്ട്, പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ തന്ന് ഞങ്ങളൊക്കെ അതിന് കുറേ പ്രൊമോട്ട് ചെയ്തിട്ട് അതിന് കുറേ പരസ്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. നല്ലതുമാണ് അത്. നല്ല ഒരു 8 മണിക്കൂറോളം ആ സ്മെല്ല് നിൽക്കുന്നൊരു സ്പ്രേ ആണ്. നല്ല ഒരു സ്പ്രേ, ഒരു ചന്ദനത്തിൻ്റെ സ്മെല്ലാണ്. നമ്മൾ ഈ പള്ളിയിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സ്മെല്ലുണ്ടാവില്ലേ, ആ ഒരു സ്മെല്ലാണ് ചേച്ചിയുടെ. അത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. പിന്നെ അമ്മയിലും പോയി കഴിഞ്ഞാൽ എല്ലാ അമ്മമാരോടും സംസാരിക്കാറുണ്ട്. ശാന്തകുമാരി ചേച്ചി ഉണ്ടാവാറുണ്ട്, മോനിഷയുടെ അമ്മ ഉണ്ടാവാറുണ്ട്, പിന്നെ TR ഓമന ചേച്ചി, അങ്ങനെ എല്ലാവരും വരാറുണ്ട്, എൽസി ചേച്ചി, അങ്ങനെ എല്ലാവരും കാണാറുണ്ട്. അപ്പോൾ എല്ലാവരോടും കുശലം ചോദിക്കും, സംസാരിക്കും. വിളിച്ചില്ലെങ്കിലും എല്ലാവരും അന്ന് ഒരു ദിവസം കാണുമ്പം എല്ലാവരോടും നേരിട്ട് കാണുമ്പോൾ ആ ഒരു ബന്ധം ഭയങ്കര എല്ലാവരും ഭയങ്കര അങ്ങനെ ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഇരുന്ന് ഇങ്ങനെ കഥകൾ പറയാനൊന്നും ആരുമില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും അവരവരുടെ തിരക്കുകളിൽ പെട്ട് സ്വാഭാവികമായിട്ടും സമയം കിട്ടില്ല, കാണുന്ന സമയത്ത് ഹാപ്പി. അതെ, നമ്മൾ കൂടുതലും പ്രശ്നങ്ങൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് അനുഭവം ഉണ്ട് അത്. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തവരും നമ്മൾ അവരെ കണ്ണീര് കണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്തവരൊക്കെ തിരിഞ്ഞു കൊത്തുമ്പോൾ അത് അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാത്തിനും, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഗുരു, അനുഭവമാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പം നമ്മൾ ഓരോരുത്തരോട് പെരുമാറുന്നത് അതനുസരിച്ച് കാണുമ്പോൾ എന്താ അതാണ് ഏറ്റവും നല്ലത്. സത്യം, ഏറ്റവും നല്ലത് അതാണ്. അതായത് കാണുമ്പോൾ ആ ഒരു സന്തോഷം, കുറച്ച് നേരം കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞിരിക്കുക, പോവാം, അതായിരിക്കും ഒരു ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ പറയുന്നത്. സത്യം, അതാണ് നല്ലത്. ഓക്കെ. ഇപ്പം ഫ്രണ്ട്സും വളരെ കുറവാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും പെട്ടെന്ന് ഒരു തളർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദന വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഓടിപ്പോകുന്നത് അങ്ങനെ ഒരാളുണ്ടോ? ഇപ്പം ഉമ്മയാണോ, അല്ലെങ്കിൽ പറഞ്ഞ സൗഹൃദത്തിലേക്കാണോ, അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിക്കും? ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ആരുമില്ല അങ്ങനെ. ഒരു വിഷമങ്ങൾ
പറയാതിരിക്കുന്ന, നെഗറ്റീവ് മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് ഭേദം. അതുകൊണ്ട് എൻ്റെ സങ്കടവും എൻ്റെ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നിൽ തന്നെ അങ്ങ് ഞാൻ അത് അടിച്ചമർത്തും. അങ്ങനെയാണ്. അതെനിക്ക് ഫീൽഡിലെ ഫ്രണ്ട്സുകളായിട്ടല്ല കിട്ടിയിരിക്കുന്നത്, പുറമേയുള്ള എല്ലാത്ത ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. എനിക്ക് 2-3 പേരുണ്ടായിരുന്നു, ഭയങ്കര പെറ്റായിട്ട് ചങ്കായിട്ടുള്ളവരുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളിൽ അവരിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ തിരിച്ചടി വന്നപ്പം അതെന്നെ ഒരുപാട് ജീവിതത്തിലേക്ക് അത് വേദനയുണ്ടായി. എനിക്ക് ഒരുപാട് വേദനയുണ്ടായി. ഇൻഡസ്ട്രിയിലെ ആർട്ടിസ്റ്റുകൾ ആരും എന്നെ അങ്ങനെ വേദനിപ്പിച്ചിട്ടില്ല. അതിലുപരി വേദന എനിക്ക് പുറത്തുനിന്നാണ് ഉണ്ടായത്. അവർക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു കാര്യം നമ്മൾ അവരോട് അത്ര ചങ്കായിട്ട് നിന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരിട്ട് സോൾവ് ചെയ്യാണ്ട് വേറൊരാൾ മുഖാന്തരം പറഞ്ഞറിയിച്ച് നമ്മളിലൊരു തെറ്റിദ്ധാരണ വരുത്താമെന്ന് പറയുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. പിന്നീട് അവർ നമ്മളോട് സംസാരിച്ച് പിന്നെ അവർ നമ്മളെ മനസ്സിലാക്കി എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പറഞ്ഞതൊക്കെ അവിടെ നിന്നോട്ടെ. അത് അങ്ങനെ കുറേ വേദന പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം പുറത്തും ആരും ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് തോന്നുന്നു തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടാവുക. എന്താ ആ തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുക, ആ ചോദിച്ച് മനസ്സിലാക്കാൻ അവർ മുമ്പോട്ട് വരുന്നില്ല. അപ്പം നമുക്കത് ഭയങ്കര ഒരു വേദനയായിട്ട് മാറും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അതാ പറയുന്നത്, നമ്മുടെ ജീവിതമാണ് നമ്മളെ ഓരോ കാര്യങ്ങളിൽ പഠിപ്പിക്കുക. ഓരോ കാര്യം, ഒരാളോട് എങ്ങനെ പെരുമാറണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആരും ചങ്കായിട്ട് നിർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹൃദയത്തിലേക്ക് എടുക്കരുത്. ഒരു ഡിസ്റ്റൻസ് കൊടുക്കണം എല്ലാ കാര്യങ്ങൾക്കും. അപ്പം നമുക്ക് ആർക്കായാലും കേട്ടോ, ഞാൻ എൻ്റെ ജീവിതമാണ് എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ്. ഒരു ഡിസ്റ്റൻസിൽ നിർത്തുകയാണെങ്കിൽ എപ്പോഴും അത് നിലനിൽക്കും. അതെ, ആ ഒരു സന്തോഷം അവിടെ ഉണ്ടാവും. അതെ, ആർക്കും പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതെ, അങ്ങനെ. ഇപ്പം അതായത് ഇപ്പോൾ പറഞ്ഞു ലൈഫാണ് ഏറ്റവും വലിയ ഗുരു. ലൈഫിൽ നിന്ന് ഞാനിപ്പോൾ പഠിച്ചത് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് വെക്കാനാണ്. അതല്ലാണ്ട് എന്നും കീപ്പ് ചെയ്യുന്ന ഒരു ലെസൺ ഉണ്ടാവില്ലേ ജീവിതത്തിലുടനീളം? ഞാൻ എപ്പോഴും മുറുകെ പിടിക്കും, എൻ്റെ മരണം വരെ ഞാൻ ഇത് മുറുകെ പിടിക്കും എന്ന് പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? അത് നമ്മുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ എങ്ങനെ ആർട്ടിസ്റ്റ് ആണെങ്കിലും നമ്മളിപ്പോൾ ചിലപ്പം സെറ്റ് മുണ്ടെടുത്ത് ചട്ടയും മുണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പൊട്ട് തൊട്ടിട്ടൊക്കെ അഭിനയിക്കുകയാണെങ്കിലും നമ്മളുടെ ഒരു മതം അതിനെ വിട്ട് കളിക്കരുത്. അത് നമ്മളെപ്പോഴും മുറുകെ പിടിച്ചിരിക്കണം. ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു പ്ലസൻറ്റ്, അതിൻ്റെ ഒരു ബർക്കത്ത് ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ മമ്മൂക്ക തന്നെയാണ് കേട്ടോ. കാരണം എപ്പോഴും 5 നിസ്കാരം കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കും. അത് മിക്ക ആർട്ടിസ്റ്റുകളുണ്ട്, സിദ്ദിഖ്, എല്ലാവരും അവരുടെ അതെപ്പോഴും. അതിപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ആണെങ്കിലും നമ്മൾ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, ഒന്ന് കുമ്പസാരിക്കണം. ഹിന്ദുസ് ആണെങ്കിൽ ഒന്ന് അമ്പലത്തിൽ പോകണം, രാവിലെ പ്രാർത്ഥിക്കണം, അല്ലേ, പൂജ ചെയ്യണം. അപ്പോൾ അവരവരുടെ മതങ്ങളിൽ അവരവർ വിശ്വസിച്ചിട്ട് എന്തുണ്ടെങ്കിലും, ഇപ്പം ഞാനിപ്പം മുസ്ലിം ആണെങ്കിലും എല്ലാ മതത്തിനും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ മതത്തിനോട് നമ്മുടെ കാര്യങ്ങൾ മുറ പോലെ നടത്തുന്നു. പക്ഷേ നമ്മളൊരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് വണങ്ങും. ഇഷ്യൂ ആണല്ലോ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. എല്ലാത്തിനും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. എല്ലാത്തിനും നമ്മളൊന്ന് നിന്ദിക്കരുത്. നമ്മളൊരു കാര്യത്തിന് എല്ലാത്തിലും ഒരു ശക്തിയുണ്ട്. ശക്തി ഒന്നേ ഉള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ എല്ലാ മതങ്ങളിലും ഒരു ശക്തി എല്ലാത്തിലുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കോൺവെൻറ്റിലാണ് പഠിച്ചത്, കന്യാസ്ത്രീകൾ ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ അവിടെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് നന്മ പറയുമ്പോൾ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ. അതാണ് ഇപ്പോൾ പള്ളി പോകാറുണ്ട് അവിടെ എപ്പോഴും രാവിലെ പിന്നെന്താ പറയുക, ബോർഡിങ്ങിൽ നിൽക്കുമ്പം ക്രിസ്ത്യൻസ് കുട്ടികളെ ഏറ്റവും കൂടുതൽ എപ്പോഴും ഈ പ്രെയറാണ് സന്ധ്യക്ക്. അവിടെ ആരും നിസ്കരിക്കുന്നൊന്നുമില്ല. ഇതാണ്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറേണ്ടി വന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് മുഖാന്തരം നമ്മൾ അമ്പലങ്ങളിൽ കയറിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. മൂകാംബിക പോകേണ്ടി വന്നിട്ടുണ്ട്, ചോറ്റാനിക്കര പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. നമുക്ക് എല്ലാത്തിലും ഒരു ശക്തിയുണ്ട്. എല്ലാ ശക്തികളിലും വിശ്വസിക്കുക. അത് നമ്മളെപ്പോഴും ദൈവമില്ലാന്നോ എന്നാൽ ദൈവം വേണ്ടാന്നോ ഒന്നും പറയാതെ എല്ലാ ദൈവങ്ങളിലും നമ്മളിൽ വിശ്വസിക്കണം. എന്നാൽ നമ്മൾ ഏത് മതത്തിലാണ് ജനിച്ചത് അതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ബിഗ് ബോസ് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഉംറയ്ക്ക് പോയി. മമ്മിയെ കൊണ്ടുപോയതാണ്. എനിക്കും പോകണം, എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമായിരുന്നു. പക്ഷേ ഞാൻ മമ്മിയെ വേഗം കൊണ്ടുപോയി. കാരണം നമ്മുടെ പാരൻസിന് നമുക്ക് കാശും കാര്യങ്ങളും അവർക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമ്മളത് ചെയ്യണം. ഇപ്പം എൻ്റെ മമ്മിക്ക് പറ്റില്ല ഉംറയ്ക്ക് പോകാൻ. കാരണം അത്രയും നടക്കാൻ പറ്റില്ല മമ്മിക്ക്. ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ
അത്രയും നടക്കുമ്പോൾ കിതപ്പ് കാര്യങ്ങളൊക്കെ വരും. അപ്പം ഞാൻ ആ ഒരു അത്രയും വർഷം മുമ്പ് ചെയ്തത് എത്ര നന്നായി എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ കടമകളൊക്കെ നമ്മൾ കഴിച്ചു വെക്കണം. നമ്മുടെ പാരൻസിനോടുള്ള എന്താണ് അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കേണ്ടത്, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പം നമ്മൾ മാനസികമായിട്ട് തന്നെ നമുക്ക് ഒരിക്കലും ഒരു കാര്യത്തിന് മുട്ടിപ്പ് വരില്ല. ഇല്ല, അതൊക്കെ തന്നെ നോക്കിയാൽ മതി. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ്, അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ഒരു സാധനം. അല്ല, ഒരുപാട് കാശുണ്ടായിട്ട് എൻ്റെ കസിൻസിൽ തന്നെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. കാരണം നല്ല കാശും കാര്യങ്ങളും ഡോക്ടേഴ്സൊക്കെയാണ്, നല്ല കാശ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ മക്കൾക്ക്, അവർക്ക് ഒരിക്കലും അവർ മരിച്ചും പോയി, മുത്തമ്മി മൂത്താപ്പയൊക്കെ മരിച്ചുപോയി. പക്ഷേ അവർക്കൊരിക്കലും അവരെ ഉമ്രയ്ക്ക് കൊണ്ടുപോകാനോ ഒന്നിനും സാധിച്ചിട്ടില്ല. എന്നാൽ നല്ല കാശുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതൊന്ന് നിർബന്ധിച്ച് അവരെ അങ്ങ് കൊണ്ടുപോകാൻ സാധിക്കാത്തതിൻ്റെ വിഷമം അവരുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ വാപ്പ ഉമ്മ അച്ഛൻ അമ്മ അവരോട് മക്കൾ ചെയ്യേണ്ട കടമകൾ ചെയ്യാൻ പൈസ ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നമ്മൾ ആ സമയത്ത് നിർബന്ധിച്ച് കൊണ്ടുതന്നെ ചെയ്യമ്മ വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ആവും. അത് മാത്രമല്ല, ഞാൻ എൻ്റെ എളിയമ്മമാരെയും ഞാൻ വിളിച്ചു. എൻ്റെ മമ്മീനെ കൊണ്ടുപോകുന്ന ഇടയ്ക്ക് ഞാൻ എൻ്റെ എളിയമ്മമാരെ വിളിച്ചു. കുണ്ടോട്ടിലൊരു എളിമയുണ്ട്, നജീമ എന്ന് പറഞ്ഞിട്ട്. എളിമയെ വിളിച്ച്, നെജാൻറ്റി ഞാനിങ്ങനെ പോകേണ്ടി വരാൻ താല്പര്യമുണ്ടോ? മോളെ ഞാനൊന്ന് എളാപ്പനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഫറൂഖിലൊരു എളിമ ഉണ്ടായിരുന്നു. ഞാൻ വരാം, ഞാൻ ചോദിക്കാം, ഞാൻ റെഡി, എൻ്റെ മക്കൾ വിടും. അപ്പം തന്നെ വേറൊരു തിരൂരൊരു എളിമയുണ്ട്, സുബൈദ അലീമ. മമ്മിക്ക് കുറേ അനിയത്തിമാരുണ്ടേ. അങ്ങനെ 5 പേരെയും കൊണ്ടാണ് ഞാൻ പോയത്. 5 എളിമമാരും ഞാൻ ലീഡർ, ബാക്കി എല്ലാവരും കൂടി കൊണ്ടാണ് ഞാൻ പോയത്. എല്ലാവരും റെഡിയായി. കാരണം അവരെ മക്കൾക്കൊന്നും അവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അവരാർക്കും അവരെ മക്കളെ ഇന്ന് ആ ഉമ്ര ചെയ്ത് തന്നെ ഇന്ന് വരെ വേറെ ആരും പിന്നെ ഉമ്ര ചെയ്തിട്ടില്ല. അവരെ മക്കൾക്ക് അവരെ കൊണ്ടുപോയി. അതിൽ ഒരു എളിമ മാത്രം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള എളിമമാർക്കൊക്കെ കാശുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ളവരാണ്. പക്ഷെ അവർക്ക് പോകാൻ പറ്റില്ല. ഞാൻ നിർബന്ധിച്ചിട്ട് അവരെല്ലാവരെയും കൊണ്ടുപോയി. അവരെല്ലാവരും അവരെ കാശൊക്കെ തന്നെയായിട്ട് എടുത്തത്. എൻ്റെ ഉമ്മയുടെ കാശ് ഞാനും എൻ്റെ കാശും. പക്ഷെ അതങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മളെ ഇതിന് തന്നെ ചിലവാക്കി പോകണല്ലോ. അപ്പോൾ ഇപ്പോഴും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ എളിമമാരി എൻ്റെ ഉമ്മാനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയല്ലോ, അത് മതി. അതൊക്കെ പിന്നെ ജീവിക്കാൻ പിന്നെ നമ്മൾ ആലോചിക്കും. അപ്പോൾ ചിലവർ പറയും ഉമ്ര ചെയ്യുന്നു നിസ്കരിക്കുന്നൊക്കെ പറയുന്നത്, എന്നിട്ട് അറാമായ പണിയാണല്ലോ ചെയ്യുന്നത് അല്ലേ? ഈ അഭിനയം. അതെ, അറാമെന്ന് പറയുന്നത് പടച്ചവൻ പറഞ്ഞിരിക്കുന്നത് തെറ്റുകൾ, വൃത്തികേട് കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്, അതാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ചെയ്യാതിരിക്കുക. എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ട് പഠിച്ചവൻ, അഭിനയിക്കാനും. ഇതാണ് എൻ്റെ ജോലി, എനിക്ക് തന്നോണ്ടല്ലേ ഞാനിത് ചെയ്യുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ കാശുണ്ടാക്കുന്നത്. അതൊന്നും ഒരു ആറാമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ നമ്മൾ നന്നായിട്ട് പോകുക, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളിൽ നന്നായിട്ട് പോകണം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അതുകൊണ്ട് ഒരു കല എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും വീടെടുക്കാൻ സാധിക്കില്ല. ഞാനൊരു ഡോക്ടറോ ടീച്ചറോ ഒന്നും ആവാൻ പാടില്ല, പഠിക്കില്ല. ഞാൻ വലുതായിട്ടൊന്നും പഠിക്കുന്ന ആളല്ല. എനിക്കൊരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആയാൽ തന്നെ എത്ര വർഷം കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു അങ്ങനൊരു സെറ്റപ്പിലെത്താൻ. കലയില്ലോണ്ട് ലോകത്ത് എല്ലാ സ്ഥലത്തും പോകാൻ പറ്റി. ഡാൻസ് പ്രോഗ്രാംസ് സ്കിറ്റൊക്കെ ആയിട്ട് എത്ര രാജ്യങ്ങൾ കാണാൻ പറ്റി. അപ്പം അതെന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, നമ്മൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ വിട്ടുപോകുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ കരയാൻ പാടില്ല, തളരാൻ പാടില്ല എന്ന് പറയും. ഒരു നിമിഷം നമ്മൾ ചിലപ്പോൾ ഒന്ന് തകർന്നു പോകും, അയ്യോ വല്ലാത്തൊരവസ്ഥയിൽ വായിപ്പോ. പക്ഷെ അവിടെ നിന്ന് തിരിച്ച് വരുന്നതാണ് ഇപ്പം ഇത്ത പറഞ്ഞ പോലെ തന്നെ. വാപ്പിച്ച് പോയപ്പോൾ അത്രയും വിഷമമായിരുന്നു, പക്ഷെ വാപ്പിച്ച് തന്നൊരു ധൈര്യം. കസിൻസ് അടുത്ത് ചോദിച്ചു, ഇനി നിങ്ങൾ എങ്ങനെയാ മുമ്പോട്ട് പോണതെന്ന്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ 2 സ്ത്രീകൾ മാത്രമായിട്ട് ഒരു കുടുംബത്തിലേക്ക് ചുരുങ്ങുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബനാഥൻ പോകുമ്പോൾ സിസ്റ്റർ ഹസ്ബൻഡ് ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മമ്മിക്ക് ഞാനല്ലേ ഉള്ളൂ. അവളെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആയതല്ലേ. അതെ, ഇനി എങ്ങനെ മുന്നോട്ട് അറിയില്ല ഒക്കെ തീരുമാനിക്കുന്ന ഒരാളുണ്ട്, മുമ്പോട്ട് പോകും. പക്ഷെ പൂർവാധികം ശക്തിയായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയത്. അതാണ്. ഓക്കെ, ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വാപ്പച്ചി മജീഷ്യനായിരുന്നു, ഇത്തേക്കും അത്യാവശ്യം മാജിക് പരിപാടീസൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ മാജിക് കണ്ട് അത്ഭുതപ്പെട്ട് നിന്ന ഒരു കുട്ടി തെസ്നികാനുണ്ടാവില്ലേ, അതെങ്ങനെയായിരുന്നു? ഉപ്പച്ചിയുടെ കൂടെ മാജിക് ഷോന് പോവായിരുന്നു ചെറുപ്പത്തിൽ. ഞാൻ തന്നെ, ഞങ്ങളെല്ലായിരുന്നു അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട്. മമ്മിയുണ്ട്, ഞാൻ, ഉപ്പച്ചി, സിസ്റ്റർ. ഫസ്റ്റ് തന്നെ ഒരു സിഗരറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഇങ്ങനെ ഒരു സിഗരറ്റ് വലിച്ച് പുള്ളി ഇങ്ങനെ മ്യൂസിക്കോട് കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ഇങ്ങനെ സിഗരറ്റ് എടുക്കും. ഒരെണ്ണം വലിച്ചിട്ട് കഴിഞ്ഞ്
അടുത്ത സിഗരറ്റ് ഇങ്ങനെ വായിൽ നിന്ന് എടുക്കും, പിന്നെ അടുത്ത സെറ്റ് ഡ്രസ്സിൽ നിന്ന് എടുക്കും. അങ്ങനെ ഈ സിഗരറ്റ് വലിച്ച് ഇട്ട് താഴത്തേക്ക് പോകണില്ലേ, അത് കിടത്താൻ പോണതാണ് ഞങ്ങളുടെ ജോലി. ഞാൻ അവിടെ നിന്ന് വരും, എൻ്റെ സിസ്റ്റർ അവിടെ നിന്ന് വരും. അതിങ്ങനെ കെട്ടിട്ട് ഞങ്ങളിങ്ങനെ കളയും. അതിങ്ങനെ തീ ഉണ്ടാവുമല്ലോ, അപ്പം അതിങ്ങനെ കെടുത്ത അവൾ അവിടെ നിന്ന് വരും, ഞാൻ അവിടെ നിന്ന്. ചിലപ്പോൾ അവളും ഞാനും കൂടി ഒരുമിച്ച് വന്ന് സ്റ്റേജിൽ ക്ലാഷ് ആവും. കാരണം അത് രണ്ടും കുട്ടികളല്ലേ, എന്നേലും ചെറുതാണ് അവള്. അപ്പോൾ അവള് പോവും അവിടുന്ന്, സ്റ്റേജിൻ്റെ അവിടെ നിന്ന് പറയും ഞാൻ പോകും, നീ തന്നെ ഞാൻ പോയിക്കോളാം എന്ന് പറയും. അങ്ങനെയൊക്കെ ഞങ്ങൾ പറയും. ഞങ്ങൾ ഓടി വരും, ഓടി വന്ന് കിടത്തും. അങ്ങനെയൊക്കെ ഞങ്ങളായിരുന്നു അസിസ്റ്റൻസ്. പിന്നെ ഞങ്ങളെ വാളിൽ കിടത്തും, വായുവിൽ കിടത്തും, ഹിപ്നോട്ടിസം ചെയ്തിട്ട് മമ്മീനെ കുരിശിൽ കെട്ടും. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ളൊരു മാജിക് ആയിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ടാണ്. അപ്പോൾ ഈ ഇടയായിട്ട് സന്തോഷ് കീഴാറ്റൂരിൻ്റെ പെൺനടൻ അല്ലേ, അതിനൊരു നാടകം കാണാൻ പോയി ഞാൻ. ചാവറ കൾച്ചറൽ സെൻറ്ററിലായിരുന്നു. ഭയങ്കര നല്ല നാടകം. ആ നാടകം കണ്ടു കഴിഞ്ഞ് നാടകത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളിയുടെ വൈഫിനെ വിളിച്ചു, മോനെ വിളിച്ചു. മോനാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. വൈഫിനെ വിളിച്ചു, ഒക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ആർട്ടിസ്റ്റുകളെയും സ്റ്റേജിലേക്ക് വിളിച്ചു. ഞങ്ങളൊക്കെ കയറി. അപ്പോൾ എനിക്ക് ഭയങ്കര ഞാനിങ്ങനെ അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പുള്ളി വൈഫിനെ കുറിച്ച്, എൻ്റെ വൈഫാണ് കൂടെ എൻ്റെ എല്ലാം സഹായിക്കാൻ, എൻ്റെ മോനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പച്ചിനെ പെട്ടെന്ന് ഓർമ്മ വന്നു. കാരണം മമ്മി ഞങ്ങളൊക്കെ തന്നെ ആണല്ലോ സ്റ്റേജിൽ നിന്നിട്ട് ഉപ്പച്ചി പറയുമല്ലോ എൻ്റെ ഭാര്യയും മക്കളുമാണ് എനിക്ക് ബലം, എൻ്റെ മാജിക്കിനെന്ന് പറയാറുണ്ട്. അതുപോലെ പുള്ളി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് പറയുകയും ചെയ്തു പ്രസംഗിക്കാൻ നേരത്ത്. കുറച്ച് എൻ്റെ പുറകോട്ട് പോയി. എൻ്റെ ഫാദർ ഇതേപോലെ ഞാൻ മമ്മിയൊക്കെ ആയിട്ടാണ് സ്റ്റേജിൽ. അപ്പോൾ കുടുംബമായിട്ടുള്ള ഒരു ഇത് ബോണ്ട് അത് ആ സ്റ്റേജിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണാനും ഉണ്ട് പുള്ളി ചെയ്യുമ്പോൾ. വൈഫിൻ്റെയും മോൻ്റെയൊക്കെ ബാക്കിലുള്ള ആ പ്രവർത്തനമാണ് ആ ഒരു നാടകത്തിൻ്റെ വിജയം. മാജിക്കായാലും അതാണ്. ഞാനും എൻ്റെ മമ്മിയും കൂടി ആ ഉപ്പച്ചിനെ അങ്ങോട്ടേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഉപ്പച്ചിയുടെ വിജയം. അതെ. അപ്പോൾ അതിങ്ങനെ കണ്ടു ഞാൻ. അപ്പോൾ അതാണ് ഉപ്പച്ചിയുടെ വിജയം. കുറേ വർഷങ്ങളായി. പിന്നെ ഞങ്ങൾ വലുതായി കഴിഞ്ഞപ്പോൾ ഉപ്പച്ചിക്ക് ഞങ്ങളെ പൊക്കാൻ പറ്റാണ്ടായി, സ്റ്റേജിലൊക്കെ പ്രോഗ്രാം ചെയ്യും. അപ്പോൾ പിന്നെ വൺ മാൻ ഷോ ആയി. പിന്നെ സ്കൂള് കോളേജുകളിലൊക്കെ പ്രോഗ്രാം അങ്ങനെ നടത്തുന്നതായി. പിന്നെ എന്താ പറയുക, ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. മരിക്കുന്ന ഒരാഴ്ച മുമ്പ് വരെ മാജിക് ഷോന് പോയി. സ്കൂളുകളിലൊക്കെ മാജിക്ക് പോകും, ബർത്ത്ഡേ പാർട്ടി, ക്ലബ്ബുകളിൽ. അങ്ങനെ പുള്ളി ഒരു ചെറിയ പെട്ടിയും കൊണ്ടുപോകും. അത് പോണത് എന്താണ്, വീട്ടിലെ ഫുൾ കാര്യം നോക്കാനൊന്നുമില്ല, പുള്ളിയുടെ കാര്യങ്ങൾക്ക് ഞാനൊന്നും ചെയ്യണ്ട, എല്ലാം ചെയ്തോളൂ. എനിക്ക് എൻ്റെ ഫാദറിന് ഒരു 10 രൂപ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഉപ്പച്ചി മരിക്കുന്ന വരെ മോളെ ഒരു 100 രൂപ ഉണ്ടോ, മോളെ ഒരു 200 രൂപ ഉണ്ടോ ചോദിച്ചിട്ടില്ല. ചോദിക്കാനുള്ള ഇട വെക്കില്ല, കാശുണ്ടാക്കും ഒറ്റയ്ക്ക്. പിന്നെ വലുതായിട്ട് വീട്ടുകളിലേക്ക് തരാനുണ്ടാവില്ല എന്നുള്ളൂ, അത് ഞാനുണ്ടല്ലോ. പക്ഷെ സ്വന്തം കാര്യം അങ്ങനെ. ഉപ്പച്ചിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ആ ഒരു ആദ്യത്തെ ഒരു മാജിക് ട്രിക്ക് ഓർമ്മയുണ്ടോ? ഉപ്പച്ചി അങ്ങനെ പഠിപ്പിച്ചൊന്നും തരില്ല. ഉപ്പച്ചിൻ്റെ അടുത്ത് കുറേ ചോദിക്കണം. ഉപ്പച്ചി പറയും നിങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നാൽ മാജിക്ക് ചെറിയ ട്രിക്കാണെങ്കിൽ ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് പറയും. അത് നമ്മുടെ വയറ്റിപ്പഴപ്പാണ്. അതിന് വളരെയധികം ഒരു ഇതിലാരാ ഈ മാജിക്ക് ചിലവർ പഠിപ്പിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ ഉപ്പച്ചിക്ക് ഭയങ്കര സങ്കടമാവും. കാരണം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ആ സീക്രറ്റ് എപ്പോഴും നമ്മൾ വെക്കണം. നമ്മൾ അത്ഭുതമാണ് ഈ മാജിക് എന്ന് പറയുന്നത്. അതിൻ്റെ സീക്രറ്റ് അറിഞ്ഞ ഒന്നുമല്ല അത്. മാജിക് അത്രയേ ഉള്ളൂ. അതാണ് ഒരു ചെറിയൊരു ഐറ്റം കാണിച്ചാൽ പോലും അത് നമ്മളൊരു സീക്രറ്റ് ഇല്ലാണ്ട് കാണിക്കില്ല. ആ സീക്രറ്റ് മറ്റുള്ളവർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാജിക്ക് അയ്യേ ഇതാണ് മാജിക്ക് എന്ന് ചോദിക്കും. അത് പറയിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്നോട് പറയും അങ്ങനെ പഠിപ്പിച്ചൊന്നും തരില്ല, നിങ്ങളല്ലേ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ നിങ്ങൾ ഈ സീക്രറ്റൊക്കെ പറയുമെന്ന് പറയും. പക്ഷെ ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അതിന് കുഞ്ഞി ഐറ്റംസൊക്കെ കണ്ണ് കെട്ടി സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2 വട്ടം എറണാകുളത്ത് കൂടെ. ആണോ? നമ്മൾ കല്ലൂർ സ്റ്റേഡിയം മുതൽ ദർബഹോൾ ഗ്രൗണ്ട് വരെ ഇതുപോലെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് കണ്ണുകെട്ടി ഓടിച്ചു. ഒരു മാജിക് കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതെ 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 അതെ, അത് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞു ഐറ്റംസൊക്കെ ട്രിക്സൊക്കെ അത്രേ ഉള്ളൂ. അങ്ങനെ അധികം പിന്നെ ഉപ്പച്ചി മരിച്ചപ്പോൾ പിന്നെ ഞാൻ മാജിക്കൊന്നും അങ്ങനെ പ്രൊഫഷണലായിട്ടൊന്നും ശ്രദ്ധിക്കാറുമില്ല, എടുക്കാറുമില്ല. വലിയ അങ്ങനെ നിർബന്ധമാണെങ്കിൽ ചില സ്ഥലത്ത് 2-3 ഐറ്റം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്തൊരു അബ്ദുള്ളക്ക് ഉണ്ട്, തമ്മൻ അബ്ദുള്ള എന്ന് പറയും. പുള്ളിക്ക് മാജിക്കിൻ്റെ സാധനങ്ങളൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്ന അതൊക്കെ ഉണ്ടാക്കും. കുറേ സ്ഥലങ്ങളിലൊക്കെ അയക്കൊക്കെയാണ്. പുള്ളി ഒരു മജീഷ്യനാണ്. പുള്ളിയുടെ അടുത്ത് ഓടിപ്പോയി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഐറ്റംസൊക്കെ തരും. അതൊക്കെ ഞാൻ ചില ഫങ്ഷനൊക്കെ ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം അങ്ങനെ കുറേ ഓർമ്മകളും മാജിക് റിലേറ്റഡ് ആണ്. എപ്പോഴെങ്കിലും സെറ്റുകളിലെ മാജിക് അങ്ങനെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു മാജിക് ലാലേട്ടന് ഉപ്പച്ചി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, വിഷ്ണുലോകം എന്ന് പറഞ്ഞ പടത്തിന്. പിന്നെ കൺകെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസനും ജയറാമിനും ഉപ്പച്ചി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ട്.
തസ്നത്തിനോട് ആരെങ്കിലും മാജിക് ട്രിക്ക് ചിലവർ ചോദിക്കും അപ്പം കുഞ്ഞി എന്തെങ്കിലുമൊക്കെ അപ്പം പറ്റുമെങ്കിൽ ചെയ്യും, അത്രയേ ഉള്ളൂ. അധികമൊന്നും പിന്നെ ഞാൻ അധികം മാജിക് ഒന്നും ചെയ്യും, എനിക്ക് താല്പര്യമില്ല. പിന്നെ ഉപ്പച്ചി അതുകൊണ്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ല, മാജിക് കൊണ്ടൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ മാജിക്കിലൊന്നും ഇപ്പം എനിക്കതൊന്നും വലിയ പ്രൊഫഷനായിട്ട് എടുക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ജീവിച്ചിട്ടുണ്ട്, കുറേ ജീവിച്ചു പോകാമെന്നല്ലാതെ നമുക്കൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. ഇല്ല. ഓക്കെ. തസ്നത്ത് എങ്ങനെ ഭയങ്കര ഒരു മടിയത്തിയാണോ അല്ലെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ പക്കിയിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഇങ്ങനെ മടി പിടിച്ചു അങ്ങനെയാണോ, അല്ലെങ്കിൽ എന്തിലൊക്കെയാണ് ഈ മടി? രണ്ടും കൂടി മിക്സാ. ചില കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് ചെയ്യും, ചില കാര്യത്തിൽ ഭയങ്കര മടിയാണ്. എന്തിലൊക്കെ? വീട്ടിലെ കാര്യങ്ങളൊക്കെ പക്കയാണ്. വീട്ടിൽ ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെ ഫ്രിഡ്ജ് എപ്പോഴും നിറഞ്ഞിരിക്കണം. ഇറച്ചി ഉണ്ടാവണം, മീനും ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം ഫ്രിഡ്ജിൽ, മുട്ട ഉണ്ടാവണം, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവണം. അല്ല, അതൊക്കെ എനിക്ക് നിർബന്ധമാണ് കേട്ടോ. അതൊക്കെ ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഗസ്റ്റോ നമ്മുടെ കസിൻസോ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ഓടണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പക്കയാക്കി വെക്കും. ലൈഫ് സ്റ്റൈലിൽ എനിക്ക് ഞാൻ നല്ല കറക്റ്റാണ് എല്ലാ കാര്യങ്ങളും. ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ വർക്കൗട്ടിന് രാവിലെ സ്റ്റേഡിയം നടക്കാൻ പോകാറുണ്ട്, പക്ഷേ ചില സമയത്ത് മടിയാണ്, ചില സമയത്ത് പോവില്ല. മുട്ടിനൊക്കെ വേദനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോവില്ല. അപ്പോൾ അതൊന്നും കണ്ടിന്യൂസ് പോവാറില്ല. ചില സമയത്ത് നല്ല ഇൻട്രസ്റ്റിങ്ങാണ്. അങ്ങോട്ട് പോകാൻ ചിലപ്പോൾ എനിക്ക് എന്തോ മനസ്സിനൊരു വിഷമം തോന്നും, അപ്പം ഞാൻ പോകില്ല. ചിലപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആവും, എല്ലാവരെയും ഒന്ന് കാണാമല്ലോ, അങ്ങനെ പോകും. അങ്ങനെ ആ കാര്യങ്ങൾക്കൊക്കെ മടിയാണ്. പിന്നെ ഷൂട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം മാത്രമല്ല, എൻ്റെ സൂക്കട് എവിടെ പോയിന്ന് പോലും എനിക്കറിയില്ല ക്യാമറ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും വിചാരിക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി മേക്കപ്പ് ഇട്ട് അഭിനയിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എനർജറ്റിക്കാണ്, എനിക്കൊരു ശക്തി വരും എനിക്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ശക്തിയാണ്. ഞാനിങ്ങനെ തളർന്ന് ലൊക്കേഷനിൽ കിടക്കുക അങ്ങനെയൊന്നുമില്ല, ഭയങ്കര എന്നാൽ ഈ ഒരു ശക്തി പിറ്റേ ദിവസം എനിക്ക് വർക്കില്ലെങ്കിലോ വീട്ടിലിരിക്കുകയാണെങ്കിലോ അയ്യോ എനിക്കില്ലാത്ത സൂക്കേടില്ല. അവിടെ വേദന ഫിലോമിന ചേച്ചിയാണ് ഞാൻ. മമ്മി പറയും എൻ്റെ പഠിച്ചവന് നീ ഭയങ്കര വയസ്സായ പോലെ ആയിപ്പോയല്ലോടി, നീ എന്ത് പറ്റി നിനക്ക്? എനിക്ക് വയ്യോ അമ്മ, എനിക്ക് വയ്യാനും വയ്യോ അങ്ങനെയൊക്കെ പറയും. എന്നാൽ അപ്പോൾ ഒരു ഫോൺ വന്നോട്ടെ, തസ്നി വൈകുന്നേരം ഒരു ഷൂട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എങ്ങനെ ഫ്രീ ആണോ വരുമെന്ന് പറഞ്ഞാൽ എനിക്ക് എവിടുന്ന ശക്തി കിട്ടുക, എനിക്ക് എവിടുന്ന സ്മാർട്ട് കിട്ടാന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരു അസുഖമുണ്ട് എനിക്ക്. ഈ ഒരു അഭിനയമായിരുന്നു ആണ് ഏറ്റവും വലിയ മരുന്ന് തോന്നുന്നു. ഇപ്പം മോള് വരുന്നതിൻ്റെ മുമ്പ് ഞാനിവിടെ എത്തിയില്ലേ കറക്റ്റ് സമയത്ത്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ആർട്ടിസ്റ്റ് കറക്റ്റ് അങ്ങനെയല്ല ഈ ഒരു സ്റ്റുഡിയോയിലും. അത് കലാഭവൻ്റെ പഞ്ചോലിറ്റിയാണ്, അച്ഛൻ പറഞ്ഞു തന്നതാ. കലാഭവനിലെ അച്ഛന് 10 എന്നുണ്ടെങ്കിൽ 10 നിന്നും 9:45 ആർട്ടിസ്റ്റുകൾ അവിടെ എത്തിയിരിക്കണം. 10 മണിക്ക് പ്രോഗ്രാമിന് ബസ് അവിടെ നിന്ന് പുറപ്പെടുമ്പം 10:15 എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ പ്രോഗ്രാമിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കൂല അച്ഛൻ. പഞ്ച്വാലിറ്റി ഭയങ്കരമാണ് കലാഭവനിൽ വന്ന് ഏത് പ്രൊഡക്ഷനോട് ചോദിച്ചു നോക്ക്, കറക്റ്റായിരിക്കും. റിഹേഴ്സൽ കറക്റ്റായിരിക്കും, നമ്മൾ വരുന്നത് കറക്റ്റായിരിക്കും. ലൊക്കേഷനിൽ ഞാൻ ഇപ്പോഴും 34 വർഷമായിട്ടും ഞാൻ എൻ്റെ ലൊക്കേഷനിൽ നിന്ന് കാറ് വിട്ട് കഴിഞ്ഞാൽ ഒരു ഡ്രൈവേഴ്സിനെയും ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. ഞാൻ അവർ താഴെ വന്ന് ഫോൺ ചെയ്ത് താഴെ എത്തിയിട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ സ്റ്റെയർ കേസ് ഇറങ്ങി ചെല്ലും. അവരെ ഞാൻ ഇരുത്തില്ല അധിക സമയം. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാറും കൊണ്ട് നമ്മൾ കാറിൽ ഇരുന്നിട്ട് പോലും വേറെ ആർട്ടിസ്റ്റിനെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇരുന്ന് ഇങ്ങനെ കുറേ കഴിയുമ്പോഴവർക്ക് അറിയാം. ഡ്രൈവർമാർക്കും കൂടി ഒരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ എന്താണെന്നോ, ഇതൊക്കെ നമ്മുടെ പഠിപ്പാണ്. നമ്മൾ കലാഭവനിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പം അവിടെ അച്ഛൻ പറയാറുണ്ട്, 9:45 10:05 എത്തിയവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാത്തവർക്ക് പേയ്മെൻറ്റ് ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ പേടിക്കും, നമ്മുടെ പേയ്മെൻറ്റ് കട്ടാവൂലേ. അപ്പോൾ നമ്മൾ കറക്റ്റായിരിക്കും എല്ലാ കാര്യങ്ങളും. പഠിച്ച സ്കൂളും അങ്ങനെ തന്നെയാണ്. ഞാൻ കോൺവെൻറ്റിലാണ് പഠിച്ചത്, സെൻറ്റ് ആനീസിൽ. അവിടെ അതെ, നമ്മൾ ബെല്ലടിക്കുന്നതിൻ്റെ മുമ്പ് അസംബ്ലിക്ക് മുമ്പ് നമ്മൾ എത്തിയിരിക്കണം, അവിടെ കറക്റ്റ് എത്തിയിരിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിക്കാലം മുതലേ ഉണ്ടായതുകൊണ്ട് ഉപ്പച്ചിക്ക് അത് തന്നെയാണ്. കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുന്നുണ്ട്. എനിക്ക് ബെൽറ്റ് കൊണ്ടൊക്കെ അടി കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ കിടന്ന് ഉറങ്ങിയിട്ട്. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് പെണ്ണുങ്ങൾ എണീക്കണം, ചുരുണ്ടുകൂടി കിടന്ന ദാരിദ്ര്യ വീട്ടിലെന്ന് പറയും. ഈ വെയിൽ ഉദിക്കുന്ന വരെ പുതച്ചു മൂടി കിടക്കുന്ന വീട്ടിന് ഐശ്വര്യക്കേടാന്ന് പറഞ്ഞ് ഉപ്പച്ചി തല്ലാറുണ്ട്. അപ്പോൾ ഉപ്പച്ചി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ഇന്നിവിടെ എന്നോട് ഞാൻ 10:30 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, കറക്റ്റ് ടൈം ആയപ്പോൾ ഞാൻ കാറ് വന്ന് നമ്മുടെ ക്യാമറ മോനുണ്ടായിരുന്നു ഇവിടെ, അവൻ വന്ന് താഴത്തേക്ക് വന്നിട്ട് ഹാങ്കർ എത്തിയില്ല, ഇവിടെ പോയി കൊടുങ്ങല്ലൂർക്ക് വരണോ? വരട്ടെ നോക്കട്ടെ ആൾ ആരാണെന്ന്. അപ്പം അതേ വരുന്നു മസ്താൻ.
ഞാൻ ആക്ച്വലി എന്താ ലേറ്റ് ആയെന്ന് വെച്ചാലേ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എൻ്റെ ഉമ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തസ്നീത്ത ഞാൻ ഭയങ്കര തസ്നീഖാനാണ് വരുന്നത്, പോഡ്കാസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ കുറേ പോഡ്കാസ്റ്റ് നമുക്ക് കുറേ ഭയങ്കരമായിട്ട് സംസാരിക്കാം ഫ്രീ ആയിട്ട്. അപ്പൊ തസ്നീത്ത വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഉമ്മി ഏത് മറ്റേ തസ്നീഖാനോ ഏത് മറ്റേ ഇല്ല അത് നമ്മൾ ആക്ച്വലി ഖാൻ ഫാമിലി. അത് ഉപ്പച്ചി അലിഖാൻ ആയതുകൊണ്ടാണ് ഞാൻ തസ്നീഖാനായത്. ഉപ്പച്ചിക്ക് PC സർക്കാർ ഇട്ടുകൊടുത്ത പേരാ അലിഖാൻ എന്ന്. അപ്പൊ ഉപ്പച്ചിക്ക് PC സർക്കാർ അലിഖാൻ ഇട്ടുകൊടുത്തപ്പോ ഞാൻ തസ്നീഖാൻ ആയി പോയതാട്ടോ. ഉപ്പച്ചിന്റെ ശരിക്കുള്ള പേര് കേട്ട മുസ്ലിം, കറക്റ്റ് മുസ്ലിം പേരാ അലിവിക്കുട്ടി. അപ്പോൾ മാജിക്കിൽ അലിഖാൻ ഇട്ടപ്പം പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് രജിസ്റ്റർ ആയി. എനിക്ക് തസ്നീം എന്നാ ശരിക്കും. തസ്നീമിന് അർത്ഥം അറിയോ? എന്താണ്? ഖുറാനില് സ്വർഗത്തിലെ നദിയാ തസ്നീം. ഒരു നീട്ടുണ്ട് തസ്നീം. അത് പിന്നെ തസ്നിയായി, ഉപ്പച്ചി ഗാനായപ്പോ തസ്നി ഗാനായി. അങ്ങനെയാണ് ശരിക്കും തസ്നീം എന്നാ. തസ്നീം. അതെ 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 അതെ. സ്വർഗത്തിലെ നദി പോലെ അങ്ങ് ഒഴുകാൻ സാധിക്കട്ടെ. ഒഴുകിക്കൊണ്ടിരിക്കല്ലേ, അത് കറക്റ്റ് അല്ലേ? ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക, എവിടെയും തടസ്സപ്പെട്ടിട്ടില്ല. ശരിക്കും തടസ്സപ്പെടരുത്, ആ ഫ്രഷ് വാട്ടർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ തന്നെ പോട്ടെ മരണം വരെ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് ഉമ്മ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ തസ്നീഖാൻ അയ്യോ ഞാൻ വരട്ടെ, ഞാൻ വന്നോളൂ രാവിലെ 10:30 പോവാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പറഞ്ഞതാന്ന് ചിലപ്പോ കേട്ടത് സിനിമാല അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ കോളേജിൽ കുറെ മൂവീസും കുറെ കുശുമ്പത്തിയായിട്ടൊക്കെ കുസൃതിക്കാറ്റ് ജയറാമേട്ടൻ്റെ ഒക്കെ അങ്ങനെ കുറെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ എപ്പോഴും റെഡി ആവണ്ടേ, എങ്ങോട്ട്? അല്ല തസ്നീഖാൻ വരുന്നില്ലേ, ഞാൻ വരണ്ടേ, ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, എന്നാ വേഗം റെഡി ആവാന്ന് പറഞ്ഞു. നമുക്കത് സന്തോഷമാണ്. കാരണം ആ കാലത്തുള്ളവരൊക്കെ ഭയങ്കര നമ്മളെ കാണുമ്പോൾ ഭയങ്കര, പക്ഷെ ഏറ്റവും വലിയ എന്താ അറിയോ, പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ ജനറേഷൻ്റെ കൂടി നമുക്ക് ലൈവായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ വലിയ കാര്യമാണ്. അപ്പോൾ പണ്ടത്തെ ചിലവരെന്നോട് ചോദിക്കാറുണ്ട്, എന്നെ പണ്ട് ഖത്തറിൽ ഞാൻ പോയപ്പം ഒരു 2-3 കൊല്ലം മുമ്പ് ഖത്തറിൽ ഇതുപോലെ ഷോയ്ക്ക് പോയപ്പം ഒരു മോൻ നല്ല മിടുക്കനൊരു ചെറുക്കനെ, ഇത്ത ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ചോദിച്ചു എന്താണ്? ഇത്ത എനിക്കിപ്പോൾ 18 വയസ്സായി. ഓക്കെ ഇത്ത, ഞാൻ എൻ്റെ കൊച്ചു മുതൽ ഇത്തനെ കാണുന്നതാണ്. അന്ന് കാണുന്ന ഇത്തയും ഇന്ന് കാണുന്ന ഇത്തയും ഒരുപോലെ ഉണ്ട്. അതെന്താ എത്താ അങ്ങനെ? ഞാനിങ്ങനെ കുറച്ചേരം ഇങ്ങനെ നോക്കി. അത് മോന് തോന്നാ, കാരണം ഞാനിങ്ങനെ എവിടെ ഇവിടെയൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തന്നെ അതേപോലെ കാണുമ്പോൾ മോൻ ചെറുപ്പത്തിൽ കാണുന്നതും ഇപ്പോഴും ഒക്കെ അതേപോലെ മീഡിയയിലായാലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലായാലും അല്ലെങ്കിൽ ചെറിയ മിനി സ്ക്രീനായാലും ബിഗ് സ്ക്രീനിലായാലും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താ നമ്മൾ സദ്യക്ക് നമ്മൾ കറികൾ വെക്കുന്ന പോലെ കുറച്ച് ഇങ്ങനെ വരുന്നതുകൊണ്ട് മോൻ അങ്ങനെ തോന്നുക, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മോന് തോന്നാം. ഇനി മോൻ അപ്പം കണ്ടിട്ട് കുറേ നാൾക്ക് ശേഷം ഇപ്പം എന്നെ കാണുമ്പോൾ മോന് മനസ്സിലാവുമായിരുന്നു, ഡിഫറൻറ്റ് മനസ്സിലാവുമായിരുന്നു, തീരെ കാണാതിരുന്നിട്ട്. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്ന പോലെ തോന്നുന്നത് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അതാ ഇപ്പം ഇത്തന്നെ എങ്ങനെയാണോ, ഞാനത് ആദ്യം പറഞ്ഞു, എങ്ങനെയാണോ സ്ക്രീനിൽ കാണുന്നത്, സ്ക്രീനിൽ എന്താണോ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റിവിറ്റി അത് റിയലിലുണ്ടോ. ഞാൻ വിചാരിച്ചു ലേറ്റ് ആയപ്പോൾ ഇനി വന്നിട്ട് അയ്യോ ആർട്ടിസ്റ്റാണ്, സീനിയർ ആർട്ടിസ്റ്റാണ്, ഇനി കുറയോ അങ്ങനെ ഞാൻ ഉമ്മ വേഗം കയറി വന്നു. എനിക്ക് ആ എക്സ്പ്രഷൻ കാണാനാണ് ഞാനിങ്ങനെ ഇരുന്നത്. വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ പിന്നെ സോറി കുറച്ച് ലേറ്റ് ആയി. അതൊന്നും കുഴപ്പമില്ല, ഇപ്പം ലേറ്റ് ആയതിന് പ്രശ്നമില്ല. എന്താ റോഡിൻ്റെ സ്ഥിതി അറിയാലോ എല്ലാവർക്കും. സത്യം ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഇപ്പം 10 മണിക്ക് നമ്മളൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ 9 മണിക്ക് ഇറങ്ങണം, എന്നാലേ 10 മണിക്ക് എത്തുള്ളൂ. അതെ, അങ്ങനത്തെ സ്ഥിതിയാണ് ഇപ്പോൾ റോഡിൻ്റെത്, ബ്ലോക്കും കാര്യങ്ങളും. എനിക്ക് തോന്നുന്നുണ്ട് ഇനിയിപ്പം പുതിയ ഇലക്ഷനൊക്കെ വരാൻ പോലെ. നമ്മുടെ അമ്മയുടെ ഇലക്ഷൻ, അതെ 15-ാം തീയതിയാണ് ഇലക്ഷൻ. എന്തായാലും നല്ല രീതിയിൽ അത് പോട്ടെ എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിൽക്കുന്നവരൊക്കെ ജയിക്കട്ടെ. നല്ലൊരു പിന്നെ പുതിയൊരു കമ്മിറ്റിയാണ്, ആ കമ്മിറ്റി ഭരിച്ച് കാണിക്കട്ടെ, എങ്ങനെയാണെന്ന് കാണിക്കട്ടെ. എനിക്ക് ഒന്നും പറയാനില്ലാത്തതെന്ന് പറഞ്ഞ കാരണം ഞാൻ കൈനീട്ടം വാങ്ങിക്കുന്ന ആളാണ്. അമ്മയിൽ കൈനീട്ടുണ്ട്, സീനിയോറിറ്റി അനുസരിച്ച് കൈനീട്ടം കൊടുക്കും. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ആയി വാങ്ങിക്കാൻ തുടങ്ങിയത്. അത് വലിയൊരു അനുഗ്രഹമാണ് അമ്മ തരുന്നത്. 5,000 വെച്ചിട്ട് നമുക്ക് മാസം 180ഓളം ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില അമ്മമാരൊക്കെ മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഇപ്പം മെഡിസിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെ അസുഖം ഉണ്ടെന്ന് നമ്മൾ അതിൻ്റെ ലിസ്റ്റ് അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് അങ്ങനെ മെഡിസിൻ കിട്ടുന്നുണ്ട്. ഭയങ്കര വിലയാണ് മെഡിസിനൊക്കെ, അറിയാലോ. അപ്പം അതുകൊണ്ട് ആ മെഡിസിൻ
പിന്നെ 5 ലക്ഷം രൂപേൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് 5 ലാക്സിൻ്റെ ഇൻഷുറൻസ് ഉണ്ട് നമുക്ക്, അതുണ്ട്. പിന്നെ ഈ മെഡിസിൻ ആണെങ്കിൽ ഫ്രീ ഉണ്ട്. കൂടാതെ 5,000 വെച്ച് മാസം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയൊരു നല്ലൊരു സംഘടനയാണ് നമ്മുടെ അമ്മ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. നമ്മൾ പുറത്ത് പറയുന്ന പോലെ ഉള്ളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഇപ്പോഴത്തെ ഇനിയുള്ള ഭരണസമിതിയും മുന്നോട്ട് കൊണ്ടുപോകുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിൽ നല്ലവരും പോസിറ്റീവ് നെഗറ്റീവ് ആയവരൊക്കെ ഉണ്ടാവായിരിക്കാം. പക്ഷേ ഒരു കമ്മിറ്റി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഒരു കെട്ടായിട്ട് തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആവട്ടെ. അതെ, നന്മകളൊക്കെ അവിടെ നിലനിന്ന് നിൽക്കാനാണ് സാധ്യത. അത് അങ്ങ് അലങ്കോലാവാനൊന്നുമില്ല. ഈ അതിന് മുമ്പുള്ള ഈ കുറേ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇത് കഴിഞ്ഞാൽ എന്തായാലും അതൊരു നല്ല രീതിയിൽ തന്നെ വരുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു പേരാണ് അമ്മ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കുറേ ഈ അതായത് ഓർമ്മ വയ്ക്കുമല്ലോ, സിനിമ നടന്മാർ, നടികൾ, ഇങ്ങനെ സിനിമ, ഇന്ന ആളുടെ സിനിമ എന്നൊക്കെ കേൾക്കുന്ന ആ ഒരു സമയം മുതലേ കേൾക്കുന്നു. പിന്നെ കേൾക്കാൻ തുടങ്ങി അമ്മ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് സിനിമയിൽ, അവരെല്ലാവരും അമ്മയിലുണ്ട്. അപ്പോൾ ഓൾറെഡി അമ്മ എന്ന് പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു അമ്മയാണ്. അത് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എല്ലാ അടിപൊളിയാവട്ടെ. അതെ, എല്ലാം പോസിറ്റീവായിട്ട് നല്ലതായിട്ട് വരട്ടെ നമ്മൾ ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. അതങ്ങനെയാണ് ഇങ്ങനെയാണ് അവരിങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരുപാട് മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഏറ്റവും പുതിയ സിനിമ ചത്താപ്പച്ച. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ചത്താപ്പച്ച എന്ന് പറയുന്ന പടം റിലീസായി കഴിയുമ്പോഴാണ് ഈ ചത്താപ്പച്ച എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുക. അല്ലി വല്ലി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു നെയിമാണ് ഈ ചത്താപ്പച്ച. അത് സലീം കുമാർ കല്യാണരാമനിൽ ഈ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ചത്താപ്പച്ച പോട്ടെ, എങ്ങനെ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറയുന്നതിൻ്റെ എന്തോ ഒരു സംഭവമാണ് ഈ ചത്താപ്പച്ച. പക്ഷെ അത് സിനിമ റിലീസായി കഴിഞ്ഞാലാണ് ഈ പേരിന്റെ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അത്. അതെ, പിന്നെ എന്തൊക്കെയുണ്ട് മീഡിയയിൽ, എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ പ്രോഗ്രാംസുകളോ? അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഇപ്പം 14-ാം തീയതി ഓണത്തിൻ്റെ പ്രോഗ്രാംസ് അമൃതയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. 18-ാം തീയതി നമ്മൾ ഡയാന സിൽവർ സ്റ്റാറിൻ്റെ കുക്കറി ഷോ, ഓണം സ്പെഷ്യൽ കുക്കിംഗ് ഷൂട്ടുണ്ട്, അത് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് പടം സെപ്റ്റംബറിൽ ഒക്ടോബർ അടുത്ത 2 മാസം കഴിയുമ്പം ഒരു പടം കമ്മിറ്റ് ആയിട്ടുണ്ട്. അത് നടന്നാൽ നല്ല സന്തോഷം. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അതങ്ങനെ ഇരിക്കുന്നു, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ചോദിക്കണം, ഇപ്പം ഒരാൾക്കൊരു അഡ്വൈസ് കൊടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ തസ്നീഖാൻ എന്ത് അഡ്വൈസ് ആയിരിക്കും? ഒരു ലൈഫ് അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുന്നത്? അഡ്വൈസ് കൊടുക്കാൻ മാത്രമൊക്കെ ആയോ ഞാൻ? അഡ്വൈസ് തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളെങ്ങനെ മുമ്പോട്ട് പോകുന്നു, നമ്മളെ സ്വഭാവം എങ്ങനെ മുമ്പോട്ട് പോകുന്നു, നമ്മളെങ്ങനെ ഒരാളോട് പെരുമാറുന്നു, അങ്ങനെ നന്നായിട്ട് എല്ലാവരോടും നന്നായിട്ട് പോസിറ്റീവായിട്ട് നന്നായിട്ട് പെരുമാറാൻ നമ്മൾ നോക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആവാതെ, മറ്റുള്ളവരുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുക. നമ്മൾ നല്ല രീതിയിൽ ഒക്കെ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുമ്പോട്ട് പോകുക. നമുക്ക് എന്ത് കഴിവാണോ ഉണ്ടാവുന്നത് ആ കഴിവ് നമ്മൾ പുരോഗമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. താമ്പാതി ദൈവം പാതിയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം ചാൻസ് ഇല്ലാണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾക്ക് വീട്ടിലാരും ചാൻസ് കൊണ്ടു തരില്ല. നല്ല പ്രോജക്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കണം, സംസാരിക്കണം, നോക്കണം, കിട്ടുമെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പം അങ്ങനെ എല്ലാവരോടും നല്ലോണം പെരുമാറിക്കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അത്രയ്ക്കേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ അതിൽ കൂടുതൽ ഒന്നുമില്ല. ഉടായിപ്പത്തരം എടുക്കാതിരിക്കുക ജീവിതത്തിൽ. ഉടായിപ്പത്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സങ്കടമായിരിക്കും. സത്യം, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ തുടക്കം മിമിക്രി എന്നാണ്. അപ്പോൾ മിമിക്രി ബേസ് ചെയ്ത് വരുമ്പോൾ സിനിമയിലേക്ക് വന്നു, ഒരുപാട് സിനിമകൾ ചെയ്തു. അതേപോലെ തന്നെ മിമിക്രിയിൽ നിന്ന് വന്ന് ഒരുപാട് പേരും സിനിമയിൽ ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മിമിക്രിക്കാരാണ് സിനിമയിൽ ഭയങ്കരമായിട്ട് അല്ലേ. പണ്ട് മിമിക്രിക്കാരെന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നു. പക്ഷേ ഇപ്പം മിമിക്രിക്കാരില്ലാത്ത ഒരു മേഖലയില്ല. ഇപ്പോൾ ഒരു സ്റ്റാർ ഷോ നടത്തണമെങ്കിൽ തന്നെ അതിൽ മിമിക്രിയിൽ നിന്ന് വന്ന് സിനിമയിലേക്ക് വന്നവർക്കാണ് പ്രാധാന്യം കൊടുക്കുക. കാരണം സ്ക്രിപ്റ്റ് ആയാലും സ്കിറ്റായാലും അവരില്ലേ, ഇപ്പോൾ സൂപ്പർ സ്റ്റാർസ് ഉണ്ടെങ്കിലും അവർ ചെയ്യുകയാണെങ്കിലും ഇവരുടെ സപ്പോർട്ടോട് കൂടിയാണ് അവർ ചെയ്യുന്നത്, അവർ ഷൈൻ ചെയ്യുന്നത്. ഇപ്പം ലാലേട്ടൻ കുറേ നല്ല പാട്ടുകളൊക്കെ പാടും. അപ്പം ഇനി സ്കിറ്റ് ചെയ്യണമെങ്കിൽ ഈ മിമിക്രിക്കാർ വേണം. ഇവരുടെ ഒരു സ്കിറ്റും കാര്യങ്ങളും അവരുടെ സ്ക്രിപ്റ്റിലാണ് ഇവരൊക്കെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ
പകുതി ഷോൻ്റെ വിജയം എന്ന് പറയുന്നത് മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ആർട്ടിസ്റ്റുകൾ തന്നെയാണ് ഒരു ഷോ വിജയിപ്പിക്കണമെങ്കിൽ കേട്ടോ. സിനിമയിൽ ഞാൻ പറയുന്നില്ല, സിനിമയിൽ നമ്മുടെ മമ്മൂക്കി, ലാലേട്ടനും സുരേഷ് ഏട്ടനൊക്കെ തന്നെ വേണം. പക്ഷേ മിമിക്രിയിൽ നിന്ന് വന്നവർ സ്റ്റേജിൽ മുൻതൂക്കം വേണമെങ്കിൽ മിമിക്രിയിൽ നിന്ന് വന്നവർ തന്നെയാണ്. ഇപ്പം അതിൽ വന്ന് ഒരുപാട് പേര് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിഷാരടി, ഷാജോൺ, പിന്നെ നാദിർഷ. ഇനിയിപ്പം ചെയ്യാൻ ഇപ്പം അടുത്ത് ആരോ പോകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ആരോ ഒരാളുടെ മറന്നുപോയി. അങ്ങനെ ഒരുപാട് പേര്, പ്രചോദ്, കലാഭവൻ പ്രചോദ്, ഇവരൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ ഈ പ്രചോദ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ അവരുടെ കഴിവുകൾ മാക്സിമം സിനിമയിൽ പ്രയോഗിച്ചിരിക്കുകയാണ് അല്ലേ. അതൊക്കെ നമുക്കൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ നാദിർഷ, ദിലീപേട്ടനുള്ള, അശോകേട്ടനുള്ള കാലത്തുണ്ട് ഉള്ള ആളാണ് ഞാൻ. അപ്പം അവരുടെയൊക്കെ ആ ഒരു എന്താ പറയുക, വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറ്റമില്ലേ, അതൊക്കെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എങ്ങനെയാണ് അപ്പം നിങ്ങളുടെ ആ ഒരു സൗഹൃദത്തിൻ്റെ ചാൻസുകൾ ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യാറുണ്ടോ അവരുടെ കൂടെ? ഇല്ല, ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഇല്ല 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 ഈ വന്ന ആരും എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അവരുടെ പടങ്ങളിലും ഇല്ല. ആകെ നാദിർഷയുടെ ഒരു അമർ അക്ബർ അന്തോണിയിൽ മാത്രം ഒരു ചെറിയൊരു സീൻ ചെയ്തു. പിന്നെ വേറെ ആരും എന്നെ ഉണ്ടാവില്ല, ക്യാരക്ടർ ഉണ്ടാവില്ല. ചിലപ്പം അവരൊരാൾ എടുക്കുമ്പം എന്നേലും കുറച്ചും കൂടിയും പ്രാധാന്യമുള്ള ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ടാവുമല്ലോ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അവർ എന്നെ എടുത്തോളണമെന്നില്ലല്ലോ. ഇപ്പം ഷാജോൺ ആണെങ്കിലും നാദിർഷ ആണെങ്കിലും പിഷാരടി ആണെങ്കിലും അവരെ പടത്തിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർ തരും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നു. അവർ ക്യാരക്ടർ ഉണ്ടെങ്കിലേ തെസ്നിക്ക് തരുള്ളൂ, അല്ലാണ്ട് ക്യാരക്ടർ ഇല്ലാണ്ട് ഇപ്പം എന്നെ കുത്തി നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് ആരും എന്നെ എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ അവരൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ എന്താ സിനിമ ഇൻഡസ്ട്രിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കാണുന്നതെന്ന് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെ ചാൻസുകൾ ചോദിക്കാറുണ്ടോ? അതിനോടൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ. ഇല്ല എന്ന് പറയും. ഇല്ല, ഇതിനൊന്നുമില്ല തെസ്നി എന്ന് പറയും. ഓക്കെ, വഴക്കുമില്ല, ഒന്നുമില്ല, വിരോധമില്ല, ഒന്നുമില്ല, ഇല്ല, ഉണ്ടാവില്ല എന്ന് പറയും. എല്ലാ പടത്തിനും ഞാൻ ചോദിക്കാറുണ്ട്. ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ബാക്കി ആരോടും ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. നാദിർഷയായിട്ട് നമ്മൾ പഴയ ആ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ നഷ എന്തെങ്കിലും ഉണ്ടാവുമോ എനിക്ക് പറ്റിയതെന്നൊക്കെ ഇങ്ങനെ തമാശക്കൂടെ ചോദിക്കും. ഇല്ല സ്നേ, ഇല്ല, ഇതിൻ്റെ അകത്തൊന്നുമില്ല എന്ന് പറയും. ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയല്ലോ. അതെ അതെ. അപ്പോൾ എന്തായാലും ഇത്തവണ ഇപ്പോൾ ചത്താപ്പച്ച ചത്താപ്പച്ച എൻ്റെ മമ്മി ഇതുവരെ പഠിച്ചിട്ടില്ല. എൻ്റെ മമ്മി ഇപ്പോഴും പറഞ്ഞ പച്ചത്തത്തന്നാ. ഞാൻ ആദ്യം എൻ്റെ മമ്മി നീ പോണില്ലേ പച്ചത്തത്തക്ക്, ഷൂട്ടിങ്ങില്ലേ പച്ചത്തത്ത നീക്കും. ഞാൻ പച്ചത്തത്തല്ല മമ്മി, ചത്താപ്പച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് എന്തായാലും ചത്താപ്പച്ചയുടെ ഇന്റർവ്യൂവിന് എന്തായാലും ഇതേപോലെ ഇരിക്കാൻ ചത്താപ്പച്ച റിലീസായിട്ട് നമുക്കൊരു നല്ലൊരു പ്രമോഷൻ കൊടുക്കാം. ഓക്കെ, അപ്പം അതിന് എല്ലാവിധ ആശംസകളും. മമ്മിയെ എനിക്ക് തോന്നുന്നു മമ്മി ഒരു പ്രൗഡ് മമ്മി ആയിരിക്കും അല്ലേ? മകളെ കോമഡി മമ്മിയാണ്. കോമഡി മമ്മിയാണ്. അതെ അതെ അതെ, തമാശയാണ്. നന്നായിട്ട് ഒരുങ്ങിയിട്ട് പോകണട്ടോ, നന്നായിട്ട് ഇതായിട്ട് പോകണട്ടോ. എപ്പോഴും എന്നോട് അങ്ങനെ പറയുള്ളൂ, നീ നല്ല സാരിയോ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണട്ടോ എന്നൊക്കെ പറയും. ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചുരിദാറൊക്കെ 10 കൊല്ലം 20 കൊല്ലം ആയിക്കഴിഞ്ഞാലും എല്ലാം അയൺ ചെയ്യിപ്പിച്ച് അയണിൻ്റെ ആൾ എനിക്ക് സ്ഥിരം വരുന്നുണ്ട് 10-30 വർഷമായിട്ട്. അപ്പം ചുരിദാർസൊക്കെ പുള്ളിയുടെ കയ്യിൽ കൊടുക്കും, അയൺ ചെയ്ത് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് വൃത്തിയാക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പുതിയ ചുരിദാർ പോലെ ഇരിക്കും. അങ്ങനെ ആക്കിയിട്ട് മമ്മി അലമാരയിൽ ഇങ്ങനെ അട്ടിയാക്കി വെച്ച്, അതാ നിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടാ 20 തന്നെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ അതിന് കാശി അടുത്ത് കൊടുക്കും, അത് ഒക്കെ റെഡിയാക്കി വെക്കും. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുമ്പോൾ ഡ്രസ്സിന് ഭയങ്കര നീറ്റായിരിക്കും. എനിക്ക് തേക്കാണ്ടൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. പണ്ടേ സ്കൂളിൽ വെച്ചിട്ട് സ്കൂൾ യൂണിഫോമൊക്കെ തേച്ചിട്ട് മമ്മി അങ്ങനെയൊക്കെ ഭയങ്കര വൃത്തിയിലാണ് തരുന്നത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ നല്ല കംഫർട്ടായിട്ട് നമുക്ക് പറ്റിയ ഡ്രസ്സ് നല്ലൊരു വൃത്തിയിലൊക്കെ ഇട്ട് പോകണം എന്നൊക്കെ പറയും മമ്മി. ഭയങ്കര ശ്രദ്ധിക്കും എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇത്രയും ഇൻ്റർവ്യൂസിലൂടെ തന്നെ മമ്മി എല്ലാ ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറി. മമ്മീനല്ല, എന്നേലും കൂടുതൽ ഇഷ്ടം മമ്മീനെ ഒരുപാട് പേർക്ക്. എന്നെ ആർക്കും അങ്ങനെ പിടിക്കില്ല വലുത്. ഞാൻ കുറച്ച് സൈലന്റ്, അങ്ങനെ വലിയ വളവള അങ്ങനെ ചിലവരോടൊന്നും സംസാരിക്കില്ല. അപ്പം മമ്മിക്ക് ഭയങ്കര കോമഡിയാണ് മമ്മി. അപ്പം മമ്മീനെയാണ് കുറേ പേർക്ക് ഇഷ്ടം. എന്തായാലും മമ്മിയോട് എൻ്റെ അന്വേഷണം പറയണം. ഞാൻ പറയാം.
ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ഇത്തിക്ക് ഇനി ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ. ഇൻഷാല്ലാ കിട്ടട്ടെ. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എനിക്ക് ആക്ച്വലി ഈ പോഡ്കാസ്റ്റിന് വേറെ ഏതെങ്കിലും ആങ്കർ ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യടാ, അതുകൊണ്ട് ഞാൻ വളരെ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും ഞാൻ എത്തി. ഇവിടെ സ്ഥലത്തില്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ ഓടി വന്നത്. പക്ഷെ കുറച്ച് ലേറ്റ് ആയി, സോറി. അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മോളെ. എല്ലാം അടിപൊളിയാവട്ടെ. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നുണ്ടല്ലേ ഇവിടെ വരുന്നത്? ഫസ്റ്റ് ടൈമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ ആൾക്കാർ. നമ്മൾ തെറ്റുകളായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഭയങ്കര പേടി ആക്ച്വലി. കാരണം നമ്മുടെ വായിൽ നിന്നൊന്നും എന്താ ഒരാൾക്ക് ഹേർട്ട് ചെയ്യുന്ന വിധത്തിലോ ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലോ ഒന്നും വരരുതെന്ന് എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. സങ്കടപ്പെടുത്തരുതായിരിക്കും. എല്ലാവർക്കും സന്തോഷിക്കുക, എല്ലാവർക്കും പോസിറ്റീവായി എല്ലാവരും ഇരിക്കട്ടെ. ഇപ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ കൂടെ സഹകരിച്ചവരും എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും എനിക്ക് ചാൻസ് തന്നവരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും എല്ലാവർക്കും പഠിച്ചവരെ നല്ലത് മാത്രം കൊടുക്കട്ടെ. കാരണം അവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു ആർട്ടിസ്റ്റ് ആവില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് കടപ്പാടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദയകൃഷ്ണ, സിബി കെ തോമസ്, ബെന്നി പി നായരമ്പലം, അനൂപ് മേനോൻ, വി കെ പ്രകാശ്, ലാൽ ജോസ്, ഇവരൊക്കെ എനിക്ക് ഒരുപാട് നല്ല വർക്കുകൾ തന്ന ആൾക്കാരാണ്. അവരൊക്കെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ ഏത് സ്ഥാനത്തെത്തിയാലും അവരൊക്കെ നമ്മളെ ഗുരുതുല്യ സ്ഥാനത്ത് നമ്മളെപ്പോഴും കാണും. അവരൊക്കെ നമ്മൾ ചാൻസ് ചോദിക്കാണ്ട് എനിക്ക് തന്നവരാണ് അവരൊക്കെ. നമ്മുടെ ആ കുട്ടിക്കുണ്ട് കഴിവുണ്ട്, തസ്നിക്ക് ഇത് കൊടുത്താൽ നന്നാവും എന്ന് പറഞ്ഞ് തന്നവരാണ് അവരൊക്കെ എനിക്ക്. അപ്പോൾ അവരെപ്പോഴും എനിക്ക് അതാണ് നമ്മളെ ഉയർത്തി കൊണ്ടുവന്നവരും നമുക്ക് ചാൻസ് തന്നവരൊക്കെ നമ്മളെപ്പോഴും ഓർക്കാൻ, നമ്മുടെ പ്രാർത്ഥനയിൽ അവരൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ എപ്പോഴും നമുക്ക് അവരുടെ ഗുരുത്വം ഉണ്ടാവും. വേറെ രീതിയിൽ നമ്മൾ കാണരുത്, നെഗറ്റീവായിട്ട് കാണരുത്, പോസിറ്റീവായിട്ട് കാണാം. അപ്പം നമുക്ക് എപ്പോഴും അനുഗ്രഹം കൂടിക്കൊണ്ടിരിക്കും. അത് ജീവിതത്തിൽ മസ്താനും എപ്പോഴും നല്ലതായിട്ട് ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ തന്നു, ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ ഒരു ചാൻസ് തന്നു. ഞാൻ ചോദിച്ചു, മസ്താൻ്റെ സ്റ്റുഡിയോ ആണെന്ന് വന്നപ്പോൾ ചോദിച്ചില്ലേ, എന്താ ഞാൻ ചോദിക്കാൻ കാരണം അങ്ങനെ ഇവിടെയുള്ള ആ ഫ്രീഡം കണ്ടപ്പോൾ ചോദിച്ചതാണ്. അപ്പം അവർ അത്രയും സന്തോഷത്തോടു കൂടിയാണ് മോളെ ഈ ഇൻ്റർവ്യൂ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഏത് തലത്ത് മോളെത്തിയാലും ഇവരെ മറക്കരുത്, ഒരിക്കലുമില്ല. ഇവരെ മറക്കരുത്. ഇവർക്ക് വേണ്ടി എപ്പോഴും ഇവരോട് ആ സ്നേഹം കാണിക്കണം. അതാണ് നമ്മളെപ്പോഴും നമ്മൾ എത്ര ഉയർച്ചയിലെത്തിയാലും നമ്മൾ വന്ന സമയത്തുള്ളവരെ നമ്മളെപ്പോഴും ഓർക്കുക. ചിലർ പറയും ഞാനൊരു ഇൻ്റർവ്യൂ കൂടിയാണ് വന്നത്, ഇപ്പം ഞാൻ വലിയ സ്റ്റാറായി എന്ന് പറയും അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ചിലവർ പറയുന്നത് പറയാൻ പറ്റില്ല നാളെ ആരാവുമെന്ന്. അപ്പം എപ്പോഴും എല്ലാവരെയും ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് പാരൻസിനെ ബഹുമാനിക്കാൻ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതൊക്കെ നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ജോലിയിൽ തന്നെ നമുക്ക് എപ്പോഴും പുരോഗമനം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എൻ്റെ സ്റ്റാർട്ടിങ് വെറൈറ്റി മീഡിയ എന്നാണ്. ഞാൻ എവിടെ ഒരു അവസരം കിട്ടിയാലും ഞാൻ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെപ്പോഴും വേണം. അത് ഇന്നല്ല, ഇനി കൊല്ലങ്ങൾ കിടക്കാൻ കേട്ടോ. ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും അങ്ങോട്ടേക്ക് എന്താവാന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ചിലപ്പോൾ വെറൈറ്റി മീഡിയനും കുറച്ചും കൂടി ഉയർച്ചയിലേക്ക് വേറെ പോയി കഴിഞ്ഞാൽ വെറൈറ്റി മീഡിയ മറക്കരുത്. ഇല്ല, വന്ന വഴി ഒരിക്കലും മറക്കില്ല. ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് മുഖേനയാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. അത് മുഖേനയാണ് വെറൈറ്റി മീഡിയ എന്നെ വിളിക്കുന്നത്. വെറൈറ്റി മീഡിയയിലൂടെ ഇപ്പോൾ ലൈഫിൽ ഒരുപാട് 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 ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇൻഷാല്ലാ എല്ലാവരും അതറിയും. അപ്പോൾ ഇതൊരു ഗുരുത്തുള്ള സ്ഥാപനമായിട്ട് തോന്നുന്നില്ലേ? പിന്നെ ഇത്ത പറഞ്ഞ പോലെ ഫ്രീഡം എന്ന് പറഞ്ഞില്ലേ, ശരിക്കും ചില സമയത്ത് ഞാൻ വിചാരിക്കും ക്യാമറ ഉണ്ട് എന്നാലും ഇത് എൻ്റെ സ്റ്റുഡിയോ എൻ്റെ ചാനലാണോന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ അതെ. അപ്പം അവർ ഇതിൻ്റെ ഓണേഴ്സ് അത്രയും ഒരു സ്വാതന്ത്ര്യം തന്നുകൊണ്ട് മോളിലുള്ളൊരു വിശ്വാസമാണ്. മോളിലൊരു വിശ്വാസത്തിൻ്റെ പുറത്തും മോളത് ആ പ്രോഗ്രാം നന്നായിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ ഈ ഷോ തന്നിരിക്കുന്നത്. അപ്പം മോളുടെ സ്ഥാപനം തന്നെയാണത് പകുതി. അപ്പം അങ്ങനെ എന്നും വിചാരിക്കുക. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം അടിപൊളിയാവട്ടെ, എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ.